ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനിവാസ നമ്പൂതിരിയപ്പാടാണ്. നമസ്കാരം സർ. നവരാത്രി മഹോത്സവത്തിൻ്റെ നാളുകളാണ്. നവരാത്രിയെ പറ്റിയിട്ടൊന്ന് നമുക്ക് പറഞ്ഞു തരാമോ? നവരാത്രിയുടെ സവിശേഷതകൾ ഒന്ന് പറഞ്ഞു തരുമോ? ദേവി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ദേവി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകാലം എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ദിവസങ്ങളാണ് ഈ നവരാത്രി എന്നുള്ളത്. പൊതുവെ നവരാത്രി എന്ന് പറയുന്നത് ഒരു വ്രത കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ദുർഗാഭാവത്തിലെ ദേവിയെ ആരാധിക്കുന്നവർക്ക് വളരെ വിശേഷമായിട്ട്, അതുപോലെ പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും നമ്മുടെ ഇഹലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും, ന്യായമായിട്ടുള്ള പല ആവശ്യങ്ങളുണ്ടാവും. അത്തരം ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുന്നതിലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതിലും നമ്മൾ ഈ വ്രതങ്ങൾ വളരെ പ്രാധാന്യമുള്ള 9 ദിവസങ്ങളാണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വിന മാസത്തിലെ പ്രതിപദം തുടങ്ങിയിട്ട് നവമി വരെയുള്ള ദിവസങ്ങൾക്കാണ് പ്രാധാന്യം. അതാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ 9 കഴിഞ്ഞ് പിന്നെ 10ാമത്തെ ദിവസം വിജയദശമിയായിട്ടും നമ്മൾ ആഘോഷിക്കുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പൗരാണികമായ കഥ നമ്മൾ പറയാറുണ്ട്. സാധാരണ ഈ എപ്പോഴും ആസുരിക ശക്തികളെ നേരിടുന്ന ഒരു സ്വഭാവം നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണാം. അതേപോലെ ഇവിടെയും മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായി എന്നും ആ അസുരൻ വളരെ തപപ്രഭാവനായി മാറി പിന്നീട് ധാരാളം അധർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ ദേവീദേവന്മാർക്കൊക്കെ സഹികെട്ട് അവർ രക്ഷയില്ലാതെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ശരണം പ്രാപിച്ചു എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശക്തികൾ 3 ശക്തികളും ചേർത്ത് ഒരു പുതിയ ശക്തിയെ സൃഷ്ടിച്ചു. അപ്പം മഹിഷാസുരൻ്റെ ഒരു വരം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയിൽ നിന്ന് താൻ കൊല്ലപ്പെടണം, കുഴപ്പമില്ല എന്ന്. കാരണം സ്ത്രീയെ വളരെ ദുർബലയായി കണ്ട ഒരു ആസുരിക ഭാവമാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഈ ശക്തിയെ സൃഷ്ടിക്കുകയും ദേവിയെ സൃഷ്ടിക്കുകയും ഈ ത്രിമൂർത്തികൾ മുഴുവൻ അവരുടെ ശക്തിബലങ്ങൾ, ആയുധങ്ങളും ഭൂഷണങ്ങളും ഒക്കെ ഈ ദേവിക്ക് കൊടുത്തു എന്നും ദേവി ഈ അസുരനുമായിട്ട് യുദ്ധം ചെയ്തു 9 രാത്രികൾ ദീർഘമായിട്ടുള്ള പരിവാരങ്ങളോട് ചേർന്ന് യുദ്ധം ചെയ്തു എന്നും 10ാമത്തെ ദിവസം ആ മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചു എന്നാണ്. അതാണ് നമ്മൾ വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ, അതായത് അധർമ്മത്തിന് മേൽ ധർമ്മം വിജയം കൈവരിക്കുന്ന ഒരു പുണ്യകാലമാണിത്. അതുകൊണ്ട് അങ്ങനെ മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ആ ദേവിയെ തന്നെ 9 ഭാവങ്ങളിൽ നമ്മൾ 9 രാത്രികളിൽ, പ്രത്യേകിച്ച് 9 ദിവസങ്ങളായിട്ട് നമ്മൾ ആരാധിക്കുന്നു. അതാണ് ഈ നവരാത്രിയുടെ മുഖ്യമായ ഒരു പ്രാധാന്യം. അതിപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുക. അപ്പോൾ ആ ആരാധിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില നമ്മുടെ ആഗ്രഹ നിവൃത്തിക്കും ആയിട്ടും നമ്മൾ പറയാറുണ്ട് സാധാരണ. ഇപ്പോൾ ആദ്യത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിലാണ് ദേവി ആരാധിക്കുന്നത്. പ്രഥമം ശൈലപുത്രീതി. ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവൽ പുത്രിയായിട്ട്, അതായത് പർവ്വതപുത്രിയായ പാർവതിയായിട്ടാണ് നമുക്ക് ദേവിയെ കൂടുതൽ പരിചയം. പക്ഷേ ഇപ്പോൾ ഈ ദിവസം ശൈലപുത്രി എന്ന നാമത്തിലാണ് ദേവി അറിയപ്പെടുന്നത്. അപ്പോൾ ആ ദേവി നമുക്ക് ആ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, അതായത് സാക്ഷാൽ പരമേശ്വരൻ്റെ പകുതിയായിട്ട് ചേരാൻ ഉദ്ദേശിക്കുന്ന ഭാവത്തിലുള്ള ആ ദേവിയാണ്. അപ്പോൾ നമുക്ക് പരമേശ്വരനിലേക്ക് അഭയം പ്രാപിക്കുന്നവർക്ക് ഏറ്റവും അത്തരം മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാര്യസിദ്ധി ഉണ്ടാവുന്നതിന് ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു ദേവതാ സങ്കല്പമാണ് ശൈലപുത്രി എന്ന് പറയുന്നത്. വൃഷഭാരൂഢയായിട്ട് കാളപ്പുറത്തിരിക്കുന്ന തരത്തിലുള്ള സങ്കല്പത്തിലുള്ളത്. അതേപോലെ ദ്വിതീയം ബ്രഹ്മചാരിണി. ബ്രഹ്മചാരി ഭാവത്തിൽ ദേവി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്. നാരദൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് പരമേശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വ്രതങ്ങളോടുകൂടിയിരിക്കുകയാണ് ദേവി. കമണ്ഡലവും രുദ്രാക്ഷമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മചാരി ഭാവത്തിലിരിക്കുകയാണ്. നമ്മൾ ബ്രഹ്മചാരി എന്നുള്ള വാക്ക് വളരെ പ്രസിദ്ധമാണ്. അതായത് ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവളാണ് ഭഗവതി ദേവി. അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ
ഇവിടെ നമുക്ക് പരമേശ്വരനെ, മഹാദേവനെ നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ മൂർത്തിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ ഭാവത്തിലുള്ള ദേവി ചെയ്യുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബ്രഹ്മചാരികളെന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടം അല്ലേ, നമുക്ക് അറിവ് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ജ്ഞാനം ഉണ്ടാവുന്നതിന് വേണ്ടി, അറിവുണ്ടാവുന്നതിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഭാവമാണത്. തൃതീയം ചന്ദ്രഖണ്ഡേതി, 3-ാം ദിവസം ചന്ദ്രഖണ്ഡാഭാവത്തിലാണ് ദേവി. അതും ഈ പറഞ്ഞതുപോലെ കാര്യസിദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയായിട്ട് പറയുന്നു. ഖണ്ഡ എന്ന് വെച്ചാൽ മണിയാണ്. ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രാകൃതിയിലുള്ള ഖണ്ഡ, ആ മണിയുടെ ആകൃതിയിൽ അടയാളമുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രഖണ്ഡ എന്ന പേര് ദേവിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ കാര്യസിദ്ധി, ഏതെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഇതുവരെയും അപ്രാപ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതിനും, കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തപസ്സും അങ്ങനെയാണ്, എല്ലാ വ്രതാനുഷ്ഠാനങ്ങൾക്കും അങ്ങനെയല്ല, കാമ്യകർമ്മങ്ങളും കൂടിയാണ്. നമ്മുടെ ന്യായമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും കൂടി നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാറ്. അതേപോലെ കൂഷ്മാണ്ഡേതി ചതുർത്ഥകം എന്ന് പറയും, കൂഷ്മാണ്ഡ ഭഗവതി. അതും ഇത് പറഞ്ഞ പോലെ ഈ ലോകത്തെ മുഴുവൻ ഗർഭം ധരിച്ചിരിക്കുന്ന തരത്തിൽ ഒരണ്ടം, അല്ലെങ്കിൽ ഈ ഗർഭത്തെ മുഴുവനും ഒരണ്ടത്തിലൊരു മുട്ടയിലൊതുക്കിയ ഭാവത്തിലാണ് ദേവി കൂഷ്മാണ്ഡ എന്നുള്ള ഭാവത്തിൽ പറയുന്നത്. അതേപോലെ പഞ്ചമം സ്കന്ദമാദേവി, അതായത് സ്കന്ദൻ നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമിയാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ മാതാവായ ഭാവത്തിലിരുന്നു കൊണ്ടാണ്, അതായത് ദേവന്മാരുടെ മുഴുവൻ സർവ്വസൈന്യാധിപനായിട്ടുള്ള പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ബാലഭാവത്തിൽ, ആ ബാലഭാവത്തെ മടിയിലിരുത്തിക്കൊണ്ട് ആണ് ദേവി അന്ന് ആ ഭാവത്തിലാണ് ആ ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസം കൂടുതലായിട്ട് ഈ പുത്രദുഃഖം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തവർ, അവർക്കൊക്കെ ഏറ്റവും ആരാധിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ആ ദേവി എന്ന് പറയും. പിന്നെ അതുപോലെ ഷഷ്ഠം കാത്യായനി തഥാ, കാത്യായനി മഹർഷിയുടെ പരമ്പരയിൽ പെട്ടതുകൊണ്ട് ദേവി അന്ന് കാത്യായനി എന്നുള്ള ഭാവത്തിൽ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ദിവസമാണ്. അതേപോലെ സപ്തമം കാളരാത്രി. കാളരാത്രി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ലേശം ഭയമുണ്ടാക്കുന്നതാണ്. കറുത്ത നിറത്തോടുകൂടി ശ്മശാനവാസിനിയായിട്ടൊക്കെ വരുന്നൊരു ഭാവത്തിലാണെന്ന് കാളരാത്രി. സത്യം പറഞ്ഞാൽ ആ ദിവസം നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്ങളില്ലാതാക്കും, അതാണ്. പിന്നെ മഹാഗൗരി ഇത് ചാഷ്ടമം, 8-ാമത്തെ മഹാഗൗരി ഭാവത്തിലാണ് ദേവി വെളുത്ത നിറത്തോടുകൂടി ഭക്തരെ അനുഗ്രഹിക്കുന്ന മഹാഗൗരി എന്നുള്ള ഭാവത്തിൽ. അത് ഈ പറഞ്ഞ പോലെ വിദ്യയ്ക്കും കാര്യസിദ്ധിക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മഹാഗൗരി ഭാവം. പിന്നെ അതേപോലെ നവമം സിദ്ധിതാ പ്രോക്ത, എല്ലാ സിദ്ധികളും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് ആത്മീയമായിട്ടുള്ളതായിക്കോട്ടെ ഭൗതികമായിട്ടുള്ളതായിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ സിദ്ധികളും കിട്ടുന്നതാണ് ഈ 9-ാമത്തെ ദിവസത്തെ സിദ്ധിദാത്രി എന്നുള്ള ഭാവം. അങ്ങനെ നവദുർഗാ പ്രകീർത്തിത എന്ന് പറയുന്നത് 9 ദുർഗമാരെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദുർഗം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ലേശം എന്നുള്ള അർത്ഥത്തിലാണ്. ആ ക്ലേശത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവൾ എന്നുള്ള സങ്കല്പത്തിലാണ് ദേവിയെ ഇവിടെ ദുർഗ എന്ന് സംബോധന ചെയ്യുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് ഈ ഒരു പുണ്യകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഹലോക ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അതിന് ഒരു പറ്റുന്ന ഒരു പുണ്യകാലമാണ് ഈ 9 ദിവസമായിട്ട് വരുന്നത്. പറയാറുണ്ട് അത് വലിയൊരു ഭാഗ്യം ചെയ്തവർക്കാണ് അത് സാധിക്കുക. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ദിവസങ്ങളാണ്. നമ്മൾ മറ്റു പല തിരക്കിലും പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളിലേക്കുള്ള അതായത് 365 ദിവസത്തിൽ ഈ 9 ദിവസം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നന്നാക്കാനുള്ള ശക്തി ഈ 9 ദിവസത്തിനുണ്ടെന്നാണ് പറയുക. 9ഉം 1ഉം 10 നമുക്ക് വിജയദശമി, വിജയം തീർച്ചയായിട്ടും ഈ 9 ദിവസം കഴിയുന്നതോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വന്നു ചേരും എന്നാണ് പറയാറ് സാധാരണ. അതുകൊണ്ട് പലതരത്തിലാണ് അതിൻ്റെ വ്രതങ്ങൾ എടുക്കുന്നവരുണ്ട്. ഒരു നേരം ഇപ്പോൾ നമ്മൾ മറ്റ് വ്രതങ്ങളുടെ എല്ലാം സ്വാഭാവികമായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളും ഇതിനുമുണ്ട്. നമുക്ക് നേരത്തെ ഉണരണം, അതേപോലെ 2 നേരം ദേഹശുദ്ധി എന്ന് വെച്ചാൽ കുളിക്കുക, തൊട്ടടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം,
അത് കഴിഞ്ഞ് വന്ന് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ ഒരു വ്രതങ്ങളുടെ ശീലം അങ്ങനെയാണല്ലോ. ഉച്ചയ്ക്ക് ഒരു നേരം, അതെ, ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. രാവിലെയും വൈകുന്നേരം അരിയല്ലാത്ത ഏതെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഉപാസനയിലേക്ക് തിരിക്കുകയാണ്. ഉപസമീപ എന്ന് പറയും. ദേവിയുടെ സമീപത്തേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് ഈ ദിവസങ്ങൾ, നവരാത്രി. നവം എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, പുതിയത് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. നവം അല്ലേ? അപ്പോൾ പുതിയ ഒരു നമുക്ക് ജീവിതം തുടങ്ങുന്നതിനും ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമയുള്ളതായിട്ട് മാറും. ഒരു പുതിയ ശക്തി അതിലേക്ക് വന്നു ചേരും. അതായത് നമ്മൾ വിചാരിക്കാത്ത മനുഷ്യപ്രയത്നത്തിനപ്പുറമുള്ള ചില ശക്തികൾ നമ്മളിലേക്ക് വന്നു ചേരും. അതിന് നമ്മളൊന്ന് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ശരിക്കും ഈ നവരാത്രികൾ. ഇത്രയും നേരം നവരാത്രിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. നന്ദി. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.